ഹായ് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറയുന്ന ഐറിസ് ഡിമൻഡ് എഴുതിയിട്ടുള്ള ഒരു പോയാണ്. കൊമേഴ്സ് ഈസി പേപ്പറിൽ പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ആൽബം പോയമാണ്, അല്ലെങ്കിൽ ഒരു ആൽബമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഈ പോയത്ത് ടൈറ്റിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ, വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഉപയോഗശൂന്യമായ, തരിശായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറയുന്ന പോയം. ഇപ്പം നമ്മൾ ഹെഡിങ് നോക്കുകയാണെങ്കിൽ തന്നെ സ്വതന്ത്രരായവരുടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സ്വതന്ത്രരായി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ തരിശു ഭൂമി, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഭൂമി, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ സമൂഹത്തെയാണ് ടൈറ്റിലൂടെ നമ്മളുടെ പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ, അതായത് തരിശു ഭൂമിയിലെ സ്വതന്ത്രരായി ജീവിക്കുന്നവർ, നമ്മളെപ്പോലെയുള്ള കോമണേഴ്സിനെ അല്ലെങ്കിൽ സാധാരണക്കാരെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ US സൊസൈറ്റീനെ കുറിച്ച് അറിയാം, ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെയും ജോലി ചെയ്യുന്നവരുടെ, സാധാരണക്കാരുടെയൊക്കെ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് നമ്മളുടെ പോയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയാണ്, അല്ലെങ്കിൽ ഒരു ആൽബം സോങ് ആണ് എന്ത്, വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറയുന്ന ഈ സിമ്പിളായിട്ടുള്ള ഒരു പോയാണ്. പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിൻ്റെ അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടും അവരുടെ സൊസൈറ്റിയിലുള്ള അവരുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെയാണ് പോയിട്ട് ഇതിലൂടെ തുറന്നു കാട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോയം വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ടൈറ്റിലിൻ്റെ മീനിങ് പറഞ്ഞ പോലെ തന്നെ, അതായത് തരിശുഭൂമിയിലെ സ്വതന്ത്രരായി ജീവിക്കുന്നവർ അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവരുടെ അവസ്ഥ തരിശുഭൂമിയിൽ. ഇതൊക്കെയാണ് ടൈറ്റിലിൻ്റെ ഒരു ഇനാപ്റ്റീവ് മീനിങ് എന്ന് പറയുന്നത്. Living in the wasteland of the free, we got preachers dealing in politics and diamond mines, and their speech is growing increasingly unkind. They say they are Christ's disciples, but they don't look like Jesus to me, and it feels like I am living in the wasteland of the free. ആ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രീച്ചേഴ്സിനെ അല്ലെങ്കിൽ പ്രാസംഗികരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പോയിട്ട് നമ്മളുടെ ഈ പോയം ബിഗിൻ ചെയ്യുന്നത്. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. പോയിട്ട് പറയാണ്, നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വതന്ത്രമായ ഒരു ഭൂമിയിലെ, അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു തരിശു ഭൂമിയിലാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവരുടെ ഒരു തരിശു ഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാം വസിക്കുന്നത്. Okay, we got preachers dealing in politics and diamond mines. Preachers means പ്രാസംഗികര്, പ്രസംഗിച്ച് നടക്കുന്നവർ, അല്ലെങ്കിൽ പുറത്തൊന്ന് പറയും ഉള്ളിൽ വേറെ ഒന്ന് കരുതി നടക്കുന്നവരെയാണ് പ്രീച്ചേഴ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡീലിംഗ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഡയമണ്ട് മൈൻസ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയത്തിലും കൈ കടത്തുന്നുണ്ട്. ഡയമണ്ട് മൈൻസ്, അവർക്ക് സ്വർണം കിട്ടുന്ന അല്ലെങ്കിൽ വജ്രം കിട്ടുന്ന പറയുന്ന ഏരിയകളിലും പൊളിറ്റിക്സിലും ഒക്കെ അവർ കൈ കടത്തുന്നുണ്ട്. നമ്മളെ പൊളിറ്റീഷ്യനെ കളിയാക്കുന്ന പോലെയാണ്. കാരണം അവരുടെ കയ്യിൽ വെൽത്ത് ഉണ്ട്, അവരൊന്ന് പ്രസംഗിച്ച് നടക്കും, മറ്റൊന്ന് പ്രവർത്തിക്കും. നമ്മളെ സാധാ പൊളിറ്റീഷ്യൻസിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ദ സ്പീച്ച് ഈസ് ഗ്രോയിങ് ഇൻക്രീസിംഗ്ലി അൺകൈൻഡ്. അവരുടെ പ്രസംഗം എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസിംഗ്ലി അൺകൈൻഡ് ആണ്. നമ്മളെപ്പോലുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, നമ്മളെപ്പോലെയുള്ളവരെ ഒന്നും പരിഗണിക്കാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രസംഗങ്ങളും വാക്കുകളൊക്കെ ഉച്ചരിച്ച് നടക്കുന്നത്. ദേ സേ ദേ ആർ ദ ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ്. അവർ പറഞ്ഞു നടക്കുന്ന വേറൊരു കാര്യം എന്താ, വി ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻഗാമികൾ എന്നാണ് അർത്ഥം. നമ്മളെന്താണ്, ജീസസ് ക്രൈസ്റ്റിന്റെ, ക്രിസ്തുവിന്റെ പിൻഗാമികളാണ്, നല്ലത് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താ, തെറ്റുകൾ മാത്രം. അതാണ് പറഞ്ഞത്, ചെയ്യുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നും. അതാണ് ഇവരുടെ അവസ്ഥ. അവരെന്താണ്, പൊളിറ്റീഷ്യൻസ് ആയിട്ട് നടക്കും, പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ എന്താണ്, സ്വത്ത് കൂമ്പാരങ്ങൾ കൂടിക്കിടക്കുകയാണ്. അവരതിന്റെ മറവിൽ സമ്പാദിച്ചു കൂട്ടുന്നുണ്ട് കുറേ. They say they are Jesus Christ disciples. അവരെന്താണ്, അവർ പറഞ്ഞു നടക്കുന്നുണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ പിൻഗാമികളാണ്. ബട്ട് ദേ ഡോണ്ട് ലൈക്ക് ജീസസ് ടു മീ. പക്ഷെ അവരെ കണ്ടാൽ തോന്നില്ല, അവരുടെ അപ്പിയറൻസും അവരുടെ വെൽത്തും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നില്ല എന്താണ്, അവർ ജീസസ് ക്രൈസ്റ്റിന്റെ പിൻഗാമികളാണെന്നൊന്നും നമുക്ക് ഒരിക്കലും തോന്നില്ല. ദേ ആർ സോ റിച്ച്, ദേ ആർ സോ ഡിഫറെന്റ് ഫ്രം വാട്ട് ദേ സേ. അവർ പറയുന്നതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇതൊക്കെ കാണുമ്പോൾ, ഈ ഉയർന്ന വർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ പ്രാസംഗികരുടെ, പ്രീച്ചേഴ്സിന്റെ ഈ സ്വഭാവമൊക്കെ കാണുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത്, ഞാൻ സ്വതന്ത്രരായിട്ട് പോലും ഒരു തരിശു ഭൂമിയിലാണ് ജീവിച്ചു വരുന്നത്, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലാണ് പോയിട്ട് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻസർ നോക്കാം. We got politicians running races on corporate cash. Now don't tell me they don't turn around and kiss them people's ass. You may call me old-fashioned. Now we got ഇനിയും പൊളിറ്റീഷ്യൻസിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, വി ഗോട്ട് പൊളിറ്റീഷ്യൻസ് റണ്ണിങ് റേസസ് ഓൺ ദ കോർപ്പറേറ്റ് ക്യാഷ്. അവർ കമ്പനികളിലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് മാഫിയകളിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കുന്നുകൂട്ടി സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, നൗ ഡോണ്ട് ടെൽ മീ ദേ ഡോണ്ട് ടേൺ അറൗണ്ട് ആൻഡ് കീസ് ദം പീപ്പിൾസ് ആസ് യു കോൾ മീ ഓൾഡ് ഫാഷൻസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യം വരുമ്പോൾ
ആരുടെ പോയി ചുംബിക്കാനും ആരുടെ ബാക്കിൽ പോയി ചുംബിക്കാനും. കിസ് ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ അവരെ പോയി ചുംബിക്കാനും അവരുടെ ആരും കഴുതപ്പാലും പിടിക്കാൻ നമ്മൾ പറയാറുണ്ട്, കഴുതക്കാലും പിടിക്കാൻ നമ്മൾ പറയാറുണ്ട്. സോ അതേപോലെ എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടാനൊക്കെ അവർ ആരുടെ കാല് പിടിക്കാനും ആരുടെ കൈ ചുംബിക്കാനും അവർ റെഡിയാണ്. കൈയല്ലാടെ പറയുന്നത് ബാക്കാണ് കേട്ടോ. ഓക്കെ, യു മേ കോൾ മീ ഓൾഡ് ഫാഷൻഡ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, ഞാനൊരു പഴഞ്ചത്തിയാണ് അല്ലെങ്കിൽ ഞാനൊരു പഴഞ്ചനാണ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്, ഞാൻ ന്യൂ ജനറേഷൻ അല്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് നടുക്കടലിൽ ചെന്നാലും നടുക്കഷ്ണം തന്നെ തിന്നണം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ ഇവിടെ പറയുന്നുണ്ട് എന്ത്, നൗ ഡോണ്ട് ടെൽ മീ ഡോണ്ട് ടേൺ അറൗണ്ട് ആൻഡ് കിസ് ദം പീപ്പിൾസ് ആസ് യു മേ കോൾ മീ ഓൾഡ് ഫാഷൻഡ് ബട്ട് ഡോണ്ട് ഫിറ്റ് മൈ പിക്ചേഴ്സ് ടു ഓഫ് എ true democracy and it feels like I am living in the wasteland of the free. ഇവരുടെ ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, നമ്മളുടെ സമൂഹത്തെ ഒരു ഡെമോക്രാറ്റിക് ആണ്, ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു US അറ്റ്മോസ്ഫിയറിൽ നിങ്ങളിതിനെ കണക്കാക്കിയാൽ മതി, ഒരു US കോർപ്പറേറ്റ് മാഫിയാസിനെ നിങ്ങളിതിൽ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് പറയുന്നില്ല, ഞാൻ ഇന്ന് എൻ്റെ സ്ഥാനം നോക്കുമ്പോൾ ഞാനൊരു ഡെമോക്രാറ്റിക് സ്ഥാനത്ത് സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കൊന്നും ഇവിടെ ആധിപത്യമില്ല, പൈസ ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനൊക്കെയാണ് ഇവിടെ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ലാസ്റ്റ് ആൻസർ എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ സ്വതന്ത്രനായിട്ട് തരിശുഭൂമിയിൽ ജീവിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സ്വയം ഫീൽ ചെയ്യുന്നത്. We got CEOs making 200 times the workers' pay, but they will fight like hell against raising the minimum wage. And if you don't like Mr., they will ship your job to some third world country across the sea. And it feels like I am living in the wasteland of the free. ഇനി കമ്പനികളുടെ മുതലാളിമാരെ കുറിച്ചാണ് പറയുന്നത്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ജീവിക്കുന്നവരെക്കാളും 10 ഇരട്ടി സമ്പാദിക്കുന്നുണ്ട് അല്ലേ. 200 times the workers' day, 200% സാധാരണ അവർ ഡെയിലി ജീവിക്കുന്ന വർക്കേഴ്സിനേക്കാളും അവർ നേടുന്നത് 200-ലധികം ഇരട്ടി. ബട്ട് ദേ വിൽ ഫൈറ്റ് ലൈക്ക് ഹെൽ അഗെയിൻസ്റ്റ് റേസിംഗ് ദ മിനിമം വേജ്. എന്ത് ചെയ്യും, അപ്പോൾ ഒരു അടിയിലെ ഒരു സാധാരണ ജീവനക്കാരന് പൈസ അധികം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ മരണം വരെ അല്ലെങ്കിൽ നരകം കാണുന്നവരെന്ത് ചെയ്യും, അവർ ഫൈറ്റ് ചെയ്യും. ഒരു 10 രൂപ കൂട്ടാനാവും ചിലപ്പോൾ, അതിന് വരെ എന്ത് ചെയ്യില്ല, അവർ സമ്മതിക്കില്ല. അവർ അവസാനം വരെ അതിന് പോരാടി നിൽക്കും. പൈസ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കുള്ളത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ നേടുന്നത് എത്രയാ, അതിനേക്കാൾ 200 ഇരട്ടിയാണ് അവർ ശമ്പളമായിട്ട് വാങ്ങുന്നത്. ആൻഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് മിസ്റ്റർ, ദേ വിൽ ഷിപ്പ് യുവർ ജോബ് ടു സം തേർഡ് വേൾഡ് കൺട്രി. ഇപ്പം നിങ്ങൾ ഇതൊന്നും അവരെ എതിർത്തിട്ട് നമ്മൾ ഇതിനെ പിന്നെയും മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും 3ാം തരം രാജ്യങ്ങളിലേക്ക് നാട് കടത്തും, അല്ലെങ്കിൽ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. ക്രോസ് ദ സീ ചെയ്യും, കടൽ കടത്തും, നിങ്ങളെ ആ കമ്പനിയിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് ആരും എത്താത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കടൽ കടത്തപ്പെടുത്തും ജോലിക്കായിട്ട്, അവരെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോഴും പറയുന്നുണ്ട് എന്ത്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്വതന്ത്രരായവരുടെ തരിശുഭൂമിയിലാണ് ജീവിക്കുന്നത്. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ വേർ ദ പുവർ ഹാവ് നൗ ബിക്കം ദ എനിമി. അപ്പം ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്, സ്വതന്ത്രരായുടെ തരിശുഭൂമിയിലാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരിപ്പോൾ എന്തായിട്ടുണ്ട്, പണക്കാരുടെ എനിമീസായിട്ട് മാറിയിട്ടുണ്ട്. അവരൊക്കെ എന്താണ്, പണക്കാരെ സംബന്ധിച്ച് പാവപ്പെട്ടവരൊക്കെ അവരുടെ ശത്രുക്കളാണ്. ലെറ്റ്സ് ബ്ലെയിം അവർ ട്രബിൾസ് ഓൺ ദ വീക്ക് വൺസ് സൗണ്ട്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഹിറ്റ്ലർ റെമഡി ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇപ്പം എന്ത് ചെയ്യും, മുതലാളിമാരും അപ്പർ ക്ലാസ് ആയിട്ടുള്ള പീപ്പിൾസൊക്കെ എന്ത് ചെയ്യും, എന്ത് തെറ്റ് ചെയ്താലും താഴ്ന്ന വർഗ്ഗക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. വീക്കായവരെ അല്ലെങ്കിൽ താഴ്ന്നവരെ എന്ത് ചെയ്യും, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തും. സൗണ്ട്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഹിറ്റ്ലർ റെമഡി. ഹിറ്റ്ലർ നാസീസ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യും, ജ്യൂസിനോട് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മുതലാളിമാർ പാവപ്പെട്ടവരോട് വീക്കായവരോട് അവർ പെരുമാറിക്കൊണ്ടേയിരിക്കും. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. നമ്മളെവിടെയാണ് ജീവിക്കുന്നത്, സ്വതന്ത്രരായവരുടെ തരിശുഭൂമിയിലാണ് ജീവിക്കുന്നത്. We got little kids with guns fighting inner city wars. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏത് രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയുടെ അവസ്ഥയാണ് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത്. നമ്മൾ കാണാറുണ്ട് 18 വയസ്സുകാരൻ 19കാരിയെ വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ 18കാരൻ നെയ്ബറെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻസിനെ എടുത്തുകൊണ്ടാണ് ഈ ലൈൻസ് പോയിട്ട് എഴുതിയിട്ടുള്ളത്. വി ഗോട്ട് ലിറ്റിൽ കിഡ്സ് വിത്ത് ഗൺസ് ഫൈറ്റിംഗ് ഇന്നർ സിറ്റി വാസ്. എന്ത് ചെയ്യും, ചെറുപ്പകാലം തൊട്ട് തന്നെ ആളുകൾ സ്വഭാവത്തിനെ പഠിപ്പിക്കുന്നതിന് പകരം അവർക്ക് കൈ കൊടുക്കുന്നത് ഗൺസാണ്. അവരെന്ത് ചെയ്യും, തെരുവുകളിലൊക്കെ എന്നിട്ട് ആ ഗൺസും പേറി നടക്കാറുണ്ട്. നമ്മൾ ഗ്യാങ് വാർസും ഒക്കെ കാണാറുണ്ട്. സോ വാട്ട് വി ഡു we put these little kids behind prison doors and we call ourselves the advanced civilization.
നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ ഗണ്ണ് ഏൽപ്പിച്ചുകൊണ്ട് അവരെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ജയിലിലേക്ക് അടപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അവരെ തെറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഗണ്ണ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ തെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിന്റെ റിസൾട്ട് എവിടെയാണ്? ഒന്നല്ലെങ്കിൽ ജയിലിലാവും അല്ലെങ്കിൽ ശ്മശാനത്തിലാവും. അപ്പൊ എന്താണ്? നമ്മളാണ് തെറ്റ് ചെയ്യുന്നത്. ഇത്തരം തെറ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മളെ തന്നെ എന്ത് വിളിക്കുന്നുണ്ട്? സിവിലൈസ്ഡ് സൊസൈറ്റി. അത്രയും സംസ്കാരമുള്ള ഒരു സമൂഹമായിട്ടാണ് നമ്മളുടെ ജനറേഷനെ നമ്മൾ കാണുന്നത്. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ക്രാപ്പ് ടു മീ. അതെന്താണ്? ഇറ്റ് ഈസ് അട്ടർ ബുൾഷിറ്റ് ടു മീ. അതെന്താണ്? ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൊട്ടത്തരമാണിത്. കാരണം നമ്മളെ മക്കളെ ഞങ്ങൾ നാക്കുന്നത്, നമ്മളെ സൊസൈറ്റീനെ നമ്മൾ ഇന്നത്തെ നിലയിലാക്കി മാറ്റിയിട്ടുണ്ട്. എവിടെ കുട്ടികൾ വരെ തെരുവുകളിലും ജയിലിലുമാണ് കഴിയുന്നത്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്രരുടെ തരിശുഭൂമിയിലാണ്. ആ തരിശുഭൂമി കൊനോട്ടേറ്റ് ചെയ്യുന്ന ഇന്നത്തെ സൊസൈറ്റീൻ്റെ അവസ്ഥയാണ്. We got high school kids running around in Calvin Klein and girls who cannot pass the 6th grade reading text. ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിലെ പരീക്ഷ പോലും പാസ്സാവാൻ പറ്റാത്ത കുട്ടി കാൽവിൻ ക്ലെയിൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ വസ്ത്രങ്ങൾ ധരിക്കാനോ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങാനുമായിട്ട് കടകളിൽ പോയി വരി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു വാക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഒരു 6th ഗ്രേഡ് ടെക്സ്റ്റ് പാസ്സാവാനോ അവനെ കൊണ്ട് കഴിയില്ല. പക്ഷെ അവന് എന്ത് വേണം? കാൽവിൻ ക്ലെയിൻ എന്ന ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് വേണം. ബട്ട് ഇഫ് യു ആസ്ക് ദം ദേ ക്യാൻ ടെൽ യു ദ നെയിം ഓഫ് എവറി ക്രോച്ച് ഓൺ MTV. ടെക്സ്റ്റിലൊരു വാക്ക് ചോദിച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ MTV എന്ന് പറഞ്ഞ TV ചാനലിൽ എന്ത് കാര്യം ചോദിച്ചാലും അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവർക്ക് ബുക്കിലെ കാര്യങ്ങളൊന്നും അറിയില്ല, മീഡിയാസിലെ കാര്യങ്ങളും ബ്രാൻഡിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ പോക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും പരിതാപകരമാണ്. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇത് കാണുമ്പോഴാണ് എനിക്ക് എന്ത് മനസ്സിലാവുന്നത്? സ്വതന്ത്രയുടെ തരിശുഭൂമിയിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. വി കിൽ ഫോർ ഓയിൽ, ദെൻ വി ത്രോ എ പാർട്ടി വെൻ വി വിൻ, സം ഗായ്സ് റെഫ്യൂസസ് ടു ഫൈറ്റ്. ഇപ്പോൾ നമ്മളുടെ ഇതാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, പൊളിറ്റിക്കൽ ഇനാർക്കീസിനെ കുറിച്ചിട്ട്. വി കിൽ ഫോർ ഓയിൽ, നമ്മൾ ക്രൂഡ് ഓയിലിനും പെട്രോളിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പരസ്പരം കൊന്നു തള്ളാറുണ്ട്. വി ത്രോ എ പാർട്ടി വെൻ വി വിൻ, അതിൽ ജയിക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്? അതിന്റെ സന്തോഷത്തിൽ പാർട്ടി കൊടുക്കാറുണ്ട്. കാരണം എന്ത് ചെയ്തു? നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടി, അല്ലെങ്കിൽ നമുക്കാണ് ഇനി സമ്പത്ത് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് പാർട്ടി ത്രോയിൻ ചെയ്യാറുണ്ട്. സം ഗായ് റെഫ്യൂസസ് ടു ഫൈറ്റ് ആൻഡ് വി കോൾ ദാറ്റ് ദ സിൻ. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ പങ്കെടുക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശാപമായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ കഴിവില്ലാത്തവനായിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് ഹി സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഹി ബിലീവ്സ് ഇൻ. അപ്പൊ അവനെ സംബന്ധിച്ച് എന്താണ്? അവനെ വിശ്വസിക്കുന്നതിലാണ് അവൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം ഈ ഗൺ വാർസിലും അതേപോലെ തന്നെ പെട്രോളിനും അല്ലെങ്കിൽ ഓയിൽസിനും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താണ്? ജസ്റ്റ് കമ്മോഡിറ്റീസ് ആണ്. മനുഷ്യന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിലും മേലെയാണ്. ഇതറിയാവുന്നവനാണ് അവൻ. പക്ഷെ ആ മാറി നിൽക്കുവൻ എന്ത് ചെയ്യും? ഒരു ശാപമായിട്ടും ഒരു ലോസറൊക്കെയാണ് സൊസൈറ്റി കണക്കാക്കുന്നത്. ആൻഡ് ദാറ്റ് സീംസ് പ്രെറ്റി ഡാംഡ് അമേരിക്കൻ ടു മീ ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പൊ അമേരിക്കൻസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഫൈറ്റ് ചെയ്യുന്നവരാണ് അവരെ സംബന്ധിച്ച് വാരിയേഴ്സ്. എങ്ങനത്തെ ഫൈറ്റ്? മണിക്ക് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി, വെൽത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് പ്രെറ്റി ഡാം സോൾജേഴ്സ് അക്കോർഡിംഗ് ടു ദ അമേരിക്കൻസ്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നുണ്ട്? എൻ്റെ സൊസൈറ്റീനോട് പുച്ഛം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പരിതാപകരമായ അവസ്ഥയാണ് തോന്നുന്നത്. അപ്പോഴാണ് ഞാൻ എന്ത് പറയുന്നത്? ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇതൊക്കെ കാണുമ്പോൾ, ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നുണ്ട്? ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? ഒരു വേസ്റ്റ് ലാൻഡിലാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്, സ്വതന്ത്രനായിട്ട് കൂടെ. ഓക്കെ, ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ വേർ ദ പുവർ ഹാവ് നൗ ബിക്കം ദ എനിമി. നമ്മൾ മുന്നേ പറഞ്ഞ ലൈനാണ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നരകതുല്യമായ ലോകത്ത് നമ്മൾ എന്തായിട്ടുണ്ട്? പാവപ്പെട്ടവർ പണക്കാരുടെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട്. ലെറ്റ്സ് ബ്ലെയിം അവർ ട്രബിൾസ് ഓൺ ദ വീക്ക് വൺസ് സൗണ്ട്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഹിറ്റർ റെമഡി ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ഹിറ്റ്ലർ നാസീസ് ജൂസിനോട് ചെയ്ത പോലെ തന്നെ ഹിറ്റ്ലറെ നമുക്ക് എന്തായിട്ട് കാണാം? അപ്പർ ക്ലാസ് പീപ്പിൾസ് ആയിട്ട് കാണാം. താഴ്ന്ന വർഗ്ഗക്കാരെ, വീക്കായവരെയാണ് ലോകം കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ റിച്ച് പീപ്പിൾസ് കുറ്റപ്പെടുത്തുന്നത്. While we sit gloating in our greatness, justice is sinking in the bottom of the sea. നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ആ പരപ്പിൽ ഇങ്ങനെ നീന്തി തുടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് പലർക്കും അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? കടലിൽ ഒഴുക്കിക്കളഞ്ഞ ഒരു പാത്രത്തെ പോലെ, അല്ലെങ്കിൽ ജസ്റ്റിസ് കടലിൽ ഒഴുക്കിയ പോലെയാണ് നീതി എന്ന കാര്യം അവിടെ തഴയപ്പെടുന്നത്. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ, ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ, ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയി എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. സോ കറന്റ് സൊസൈറ്റിയുടെ അവസ്ഥയെ വർണ്ണിക്കുന്ന ഒരു പോയായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് പറ്റും. സൊസൈറ്റി എന്താണ്? അത്രയും ക്രൂവലാണ്. വെൽത്തിനും ഫെയിമിനും റിച്ച്നെസ്സിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കിന്ന് കാണാനായിട്ട് പറ്റുന്നത്. അമേരിക്കൻസിനെയാണ് മെയിനായിട്ട് ഇവിടെ പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു വേൾഡ് ഇൻ ദ സെനാരിയോ നമുക്കിതിനെ കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ.
That's all about the poem. Thank you.